അപ്പൊ എത്ര പറഞ്ഞാലും നമ്മള് ഇനി അങ്ങോട്ട് ആരാണോ AI കൂടെ കൂട്ടുന്നവര് അവർക്കാണ് ഇനിയുള്ള സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇനി AI കൂടിയും പഠിക്കുന്നവർക്കാണ്. അപ്പൊ മാം ഇനി ഒരു AI എന്നുള്ള ഫീൽഡിലോട്ട് ഇനി ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഇനി വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഇതിന്റെ AIയുടെ ഒരു ബേസിക്സ് സ്കൂൾ ലെവലിൽ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കോഡിങ്ങിന്റെ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്കില്ല് അധികം ഇല്ലാത്ത കുട്ടികൾക്ക് ഈ AI പഠിക്കാൻ പറ്റുമോ? അവർക്ക് ഇതൊരു ചാലഞ്ച് ആയിരിക്കും? അബ്സല്യൂട്ട്ലി യെസ്, പഠിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഉള്ള AI പഠിക്കാനായിട്ട് കോഡിങ് അറിയണം. അതിന്റെ ഇപ്പൊ ഒരു കാർ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചാൽ മതി, കാർ ഉണ്ടാക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ്. അപ്പൊ അതുപോലെ കോഡിങ് അറിയേണ്ട ഭാഗങ്ങളും ഉണ്ട്, അതല്ലാത്തതും ഉണ്ട്. ഇപ്പോൾ AI വരുന്ന ടൂളുകളെല്ലാം ഒരു ഡ്രാഗ് ആൻഡ് ട്രിപ്പ് മോഡലിലുള്ള ടൂളുകളൊക്കെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് മാർക്കറ്റേഴ്സിന് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനും, ആർട്ടിസ്റ്റിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനും, ടീച്ചേഴ്സിന് പേഴ്സണലൈസ്ഡ് കണ്ടന്റ് ഉണ്ടാക്കാനും ഇതെല്ലാം CS-കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും അവരുടെ ബേസിക് നോളജാണ് അവരുടെ അസറ്റ്. അവരുടെ ആ അസറ്റിന്റെ പ്രൊഡക്ടിവിറ്റി, അവരുടെ അസറ്റ് വെച്ചിട്ട് അതിനൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊരിക്കലും കോഡിങ് ആവശ്യമില്ല. കാരണം AI ടൂൾ ഇപ്പൊ ChatGPT യൂസ് ചെയ്യുന്ന മില്യൺസ് ഓഫ് ആൾക്കാർക്കെല്ലാം AI അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുക. പക്ഷെ നമുക്കറിയുന്ന നോളജിനെയാണ് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, ആ ഒരു AI യൂട്ടിലൈസ് ചെയ്യാൻ. അങ്ങനെയാണ് ഈ പറയുന്ന മറ്റു മേഖലകളിലുള്ളവർ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് കോഡിങ്ങിന്റെ സൈഡിലേക്ക് വരുമ്പോൾ അൽഗരിതം ക്രിയേറ്റ് ചെയ്യുന്നതും ഡാറ്റ ട്രെയിൻ ചെയ്യുന്നതും അതെല്ലാം ചെയ്യുന്നത് എപ്പോഴും CS പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ്, കോഡിങ്ങും മാത്തമാറ്റിക്സും ഒക്കെയാണ് അതിന്റെ ബേസ്. ഇതെല്ലാം ഉള്ളവരാണ് ചെയ്യുന്നത്. പക്ഷെ അതറിയുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് AI എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തെറ്റാണ്.